ഡോക്ടറെ പാല് കുടിച്ചാൽ കഫക്കെട്ട് വരുന്നാണല്ലോ പറയണേ. അല്ലെങ്കിൽ പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പാല് കുടിച്ചാൽ ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടാവും എന്ന് പറയുമല്ലോ, അപ്പോൾ പാല് നല്ലതാണോ? പാല് കുടിക്കാൻ പ്രായമായവർക്ക് പലർക്കും മടിയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും പാല് ബെസ്റ്റാണ്. കാൽഷ്യം വിറ്റാമിൻ ഡിക്കും വൺ ഓഫ് ദ ബെസ്റ്റ് സോഴ്സസ് ആണ് പാല്. പിന്നെ ഈ പറഞ്ഞ പോലെ ലാക്ടോസ് ഇൻടോളറൻസിൻ്റെ കാര്യം പറഞ്ഞാൽ അത് എന്താണെന്ന് അറിയാഞ്ഞിട്ടാണ് ഇവിടുന്ന് കേൾക്കുന്ന മിസ്ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഈ ഇൻ്റർപ്രിട്ടേഷൻസ് ഒക്കെ വരുന്നത്. പാല് കുടിച്ചത് കൊണ്ട് ലാക്ടോസ് ഇൻടോളറൻസ് വരുന്നതല്ല, ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർക്ക് പാല് കുടിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നതാണ് സത്യം. അപ്പോൾ ഒരു 60-70 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി പാല് കുടിച്ചാൽ ലാക്ടോസ് ഇൻടോളറൻസ് വരുമെന്ന് പറയുന്നത് ആബ്സല്യൂട്ട്ലി തെറ്റാണ്. ഇൻഎക്സ്പെൻസീവ് ആയിട്ട് അത്ര അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ മുരിങ്ങയുടെ ഇല. വളരെ നല്ല സോഴ്സ് ഓഫ് കാൽഷ്യമാണ്. പക്ഷെ പലരും ഇഗ്നോറൻ്റ് ആണ്. മുരിങ്ങേനെ കുറിച്ച് നമ്മൾ വളരെ ഇഗ്നോറൻ്റ് ആണ്. മുരിങ്ങയുടെ ഇല, ചീര, ബാക്കി ഇലക്കറികൾ എന്ത് ഇലയായാലും തഴുതാമയോ അല്ലെങ്കിൽ മത്തൻ്റെ ഇല, പയറിൻ്റെ ഇല, എന്ത് തരം ചീരകളും എല്ലാറ്റിലും നല്ല കാൽഷ്യമുണ്ട്. അതുപോലെ നെല്ലിക്ക, പിന്നെ വെണ്ടയ്ക്ക, ഇതിലൊക്കെ നല്ലോണം ഹൈ കാൽഷ്യം ഉണ്ട്. ഇതുകൂടാതെ പിന്നെ എള്ള്, അങ്ങനത്തെ സാധനങ്ങളും ചെറിയ മീനുകൾ, നത്തോലി, കൊഴുവ, അതൊക്കെ മുള്ളടക്കിനെ കഴിച്ചാലും നമുക്ക് നല്ല സോഴ്സ് ഓഫ് കാൽഷ്യമാണ്. അപ്പോൾ പാല് കുടിക്കാൻ പറ്റാത്ത സാഹചര്യം ഉള്ളവർ അല്ലെങ്കിൽ ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർ, ചിലർ ഇപ്പോൾ റിലീജിയസ് അല്ലെങ്കിൽ കൾച്ചറൽ റീസൺസ് കൊണ്ട് പാല് കുടിക്കാത്തവരുണ്ടാകും, വെജിറ്റേറിയൻസ്, അങ്ങനെയുള്ളവർക്കും ഇതുപോലെ കാൽഷ്യം കിട്ടുന്ന ബാക്കി ഫുഡുകൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറ്റിൽ നല്ലോണം കാൽഷ്യം കയറ്റാൻ പറ്റും.